പ്രിയപ്പെട്ട ക്രിയേറ്റേഴ്സ്, ഇന്ന് യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ബട്ടൺ കാണുന്നില്ലേ? മറ്റു ചിലർക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ബട്ടൺ ഓൺ ആകുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന്റെ മോണിറ്റൈസേഷൻ ബട്ടൺ ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് അനുയോജ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റിപ്ലൈ വരികയാണോ? ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ പരിശോധിക്കുക, ഇത്തരത്തിൽ ഒരു മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത്. എറർ ലോഡിംഗ് മോണിറ്റൈസേഷൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും ഒക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ നമ്മളെ എൻക്വയറി ചെയ്ത് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോസ് പെട്ടെന്ന് ഇടാൻ കാരണം ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റുമല്ല ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രധാനമായും നിങ്ങൾക്ക് പലരും ഈ ഒരു കാണുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് എന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ചിലർ ഇത് ഒരു കുഴപ്പമില്ലാത്ത വീഡിയോസ് ആണല്ലോ, എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോസിന് എനിക്ക് മോണിറ്റൈസേഷൻ ബട്ടൺ ഓൺ ചെയ്യാൻ പറ്റാത്തത്, ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ടെക്നിക്കൽ എറർ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ എറർ ലോഡിംഗ് മോണിറ്റൈസേഷൻ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം യൂട്യൂബ് ഒരു ഇഷ്യൂ ആയി കണക്കാക്കിയിട്ടുണ്ട്. അതായത് ഔദ്യോഗികമായി യൂട്യൂബ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് മാത്രമാണ് എന്നുള്ളത്. 24 മണിക്കൂർ അല്ല എന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ആകുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ബട്ടൺ ഓൺ ആകുന്നില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അൺലിസ്റ്റഡ് ആക്കി വെക്കുക. എന്നിട്ട് ഇത് ശരിയാകുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. അതെല്ലാം നിങ്ങൾ പബ്ലിക് ആക്കിയവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ. ഈ ഒരു പ്രശ്നം നിങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്താൽ മതി. ഇത് നമുക്ക് ഒരു സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ക്ലിയർ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. 100% ഇത് യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് യൂട്യൂബ് തന്നെ ശരിയാക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. യൂട്യൂബിൽ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഇത്തരത്തിൽ എറർ സംഭവിക്കാറ് സാധാരണയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴേക്കും ഓടിച്ചെന്ന് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യരുത്. തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയും നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റിംഗ് മാത്രമാണ്. 24 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഇത് ശരിയാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു മെസ്സേജ് വന്നവരെല്ലാം വളരെ ശാന്തമായി കൂളായിട്ട് ഇരിക്കുക. ഇനി ഇത്തരത്തിൽ ആർക്കൊക്കെ പ്രോബ്ലം വന്നിട്ടുണ്ട് എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഓരോ ടൈപ്പിലാണ് ഇത് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എത്തരത്തിലാണ് ഇത് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇച്ചിരി വലിയ സംശയങ്ങളാണ്, സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ യൂസ് ചെയ്യാം. ഈ കാണുന്നതാണ് എന്റെ വാട്സ്ആപ്പ് നമ്പർ. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ വർക്കുകൾക്കും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ ചാനൽ ഹാക്കായി പോയാലോ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ വർക്കുകളോ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഹാക്കായി പോയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് സെറ്റിംഗ്സ്, യൂട്യൂബ് ചെക്കിങ്, ഇത്തരത്തിലുള്ള എല്ലാവിധ വർക്കുകളും ചെറിയൊരു പേയ്മെന്റോട് കൂടി നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിനും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.